അടുത്തതായി കമലാദേവി ടീച്ചർ. പ്രൗഢഗംഭീരമായ വ്യക്തിത്വത്തിന്റെ ഉടമ, ഏത് ആൾക്കൂട്ടത്തിനിടയിലും തിരിച്ചറിയാവുന്ന പേഴ്സണാലിറ്റി, ഏത് സബ്ജക്റ്റ് ആയാലും വെദർ ഇറ്റ് ഈസ് ബയോളജി ഓർ ഇംഗ്ലീഷ്, മാഡത്തിന്റെ കയ്യിൽ സുരക്ഷിതം. അവർ ചാമിങ് ബയോളജി ടീച്ചർ കമലാദേവി ടീച്ചർ. ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് റീന ബാലകൃഷ്ണൻ ഫാമിലി, ബിന്ദു KKN ഫാമിലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. റീന ബാലകൃഷ്ണൻ. എൻ്റെ പേര് റീന. ഞാൻ TTC കഴിഞ്ഞു, പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ദുബായിലാണ്. ഇത് എൻ്റെ മൂത്ത മകൾ അൽക്ക 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ അനുഷ്ക 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ദുബായിലാണ്, പേര് സുരേഷ്. അദ്ദേഹത്തിന് ലീവിൻ്റെ പ്രശ്നം കാരണം വരാൻ പറ്റിയിട്ടില്ല. നന്ദി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, റീന ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ദുബായിൽ നിന്ന് വന്നതാണ്. അതും ഹസ്ബൻഡ് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് അവരുടെ ആ നല്ല മനസ്സിന് നമുക്ക് നന്ദി പറയാം. ബിന്ദു KKN ഫാമിലി. ബിന്ദു അന്നും ഇന്നും സൗമ്യ. ഞാൻ ബിന്ദു, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തലപ്പുറം താലൂക്ക് ഓഫീസിൽ വർക്ക് ചെയ്യും. മകൻ അർജുൻ, അരവിന്ദ്, ഹസ്ബൻഡ്. ഉപഹാരം സമർപ്പിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് കമലാദേവി ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കുട്ടികളെ എന്ന് തന്നെ പറയട്ടെ. 1914 ജൂൺ 12 ഇവിടെ ആദ്യമായി ഞങ്ങൾ 5 ടീച്ചേഴ്സും കുറച്ച് കുട്ടികളും 30 കുട്ടികളായിരുന്നു. 1974 ജൂൺ 12 ഞങ്ങൾ വരുമ്പോൾ ഇത് പൂട്ടിയിട്ട ഒരു വർക്ക്ഷോപ്പ് പോലെയായിരുന്നു. ക്ലാസ് ഈ ഹാള് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അതിൻ്റെ പുറത്ത് മുഴുവൻ ചാണകം. ഞാനും 2-3 പെൺകുട്ടികളും കൂടി ചാണകം മുഴുവൻ വാരി കഴുകി വൃത്തിയാക്കി. അതിന് അധ്യാപകരും സഹായിച്ചു. അങ്ങനെ അന്ന് തൊട്ട് 1994 ഇവിടെ നിന്ന് വിടുന്നത് വരെ ഞാൻ ഈ സ്കൂളിനെ എൻ്റെ വീട്ടിനേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. എനിക്ക് പൂർണ്ണമായും പറയാൻ കഴിയും. ഇതിലൂടെ പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലെ കൂടി പോകും പോലെയാണ്. ഞാൻ ഇവിടെ ഒന്ന് നമിക്കും. ഞാൻ നമിക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് ചെറുകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ, ഞാൻ പഠിച്ച സ്ഥാപനമാണ്. അതേപോലെയാണ് ഇതിലെ കൂടെ പോകുമ്പോഴും എനിക്ക് ടാഗോർ എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരാവേശമാണ്. അതേപോലെ തന്നെ ടാഗോറിൽ പഠിച്ച ഏതൊരു കുട്ടിയും എന്നെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഞാൻ ഇവിടെ ഒരു അധ്യാപികയല്ല, ഒരു മാതാവായിരുന്നു. ഇന്നും കുറേ കുട്ടികൾ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ ഈ സ്ഥാപനം അടുത്ത ജന്മത്തിലും ഞാൻ ഓർമ്മിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു മാം. ഗോപിനാഥൻ മാസ്റ്റർ വല്ലാത്തൊരു ബാസ് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഒരു സാരി എന്നിട്ട് ഒരു നിൽപ്പുണ്ട്. ഞാൻ അത്ര ഒരു അഭിനേതാവല്ലാത്തത് കൊണ്ടത് അഭിനയിച്ച് കാണിക്കാൻ വയ്യ. പലപ്പോഴും ചോദിക്കുമ്പോൾ എന്താടോ, ഇതായിരിക്കും സാറിൻ്റെ ആ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ ഗോപിനാഥൻ മാസ്റ്റർ സാറിന് സത്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ തോന്നുന്നു. പക്ഷെ ശബ്ദം അതുപോലെ തന്നെ ഉണ്ട്.
സാറിനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ബിജു MM ഫാമിലി, നിഷ കുമാരി EKN ഫാമിലി. ബിജു MM. സാറിനെ കുറിച്ച് വേറെ എനിക്ക് ഓർമ്മ വരുന്നത്, മുണ്ടിങ്ങനെ ഈ കക്ഷത്തിലിറക്കിക്കൊണ്ട് വളരെ സ്പീഡിലുള്ള ഒരു വരവുണ്ട്. 10 മണി അടുപ്പിച്ച് അതിന് മുമ്പായിട്ടുള്ള ഒരു വരവ്, അതെന്നും ഞങ്ങൾ ഈ ജനലിലൂടെ നോക്കി നിൽക്കാറുണ്ട്. ബിജു. നമസ്കാരം, എൻ്റെ പേര് വിജു. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്. എൻ്റെ പേര് രാജീവ്. ഞാൻ ഗർവാരെ പോളിയസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് മകൻ ഗൗതം 4th സ്റ്റാൻഡേർഡിൽ, മകൾ ആര്യ UKG പഠിക്കുന്നു. താങ്ക് യു. നിഷ EKN ഫാമിലി. ഞാൻ നിഷ, ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഞാൻ രത്നാകരൻ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ AE ആയിട്ട് വർക്ക് ചെയ്യുന്നു. മോൻ ആഗ്നേയ് സെൻട്രൽ സ്കൂളിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് ഗോപിനാഥൻ മാസ്റ്റർ ക്ഷണിച്ചോളൂ. ആദരണീയരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കുടുംബാംഗങ്ങളെ, പലരും സംസാരിച്ചതിൻ്റെ ആകത്തുകയാണ് എൻ്റെ സംസാരം. എണ്ണമറ്റ വിദ്യാലയങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് 1.5 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഇവിടെ താരതമ്യേന ചുരുങ്ങിയ, അതായത് മറ്റുള്ളവരെ പിടിച്ച് ചുരുങ്ങിയ കാലഘട്ടം, ഒരു 6-7 വർഷം മാത്രമേ ജോലി ചെയ്തിരുന്നുള്ളൂ. അതിലിടക്കാണ് നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഈ രൂപത്തിലുള്ള സ്നേഹം സമ്പാദിക്കാനും കഴിഞ്ഞത്. സത്യം പറയട്ടെ, മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്നും വിഭിന്നമായ വിദ്യാർത്ഥികളെയാണ് ഞാൻ ഇവിടെ കണ്ടതും പരിചയപ്പെട്ടതും. നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ ഉയർച്ചയും സർവകാര്യങ്ങളിലും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് ഈ സമയത്ത് കഴിയൂ. നിങ്ങളുടെ സാമീപ്യം, നിങ്ങളോടൊന്നിച്ച് ചെലവഴിക്കുന്ന അല്പമണിക്കൂറുകൾ എൻ്റെ മനസ്സിൽ പല പല നല്ല കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തെപ്പറ്റിയും ഉള്ള വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കൊന്നുകൂടി വിജയാശംസകൾ. താങ്ക് യു സർ. അടുത്തത് ഒരു വാചകത്തിൽ തന്നെ ആളെ പിടികിട്ടുമോ നോക്കാം. എൻ്റെ കരതലവും നിങ്ങളുടെ കപോലവും തമ്മിലൊരു സന്ധി സംഭാഷണം നടത്താൻ സമയമായി. ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ മലയാളത്തിലെ അതിൻ്റെ സൗന്ദര്യവും സൗകുമാര്യവും മുഴുവൻ നമുക്ക് പകർന്നു തന്ന അധ്യാപകൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാർത്താണ്ഡവർമ്മയിലേക്ക് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് അഭിനയിച്ച് കാണിക്കുന്നത് പോലെ പരിചയപ്പെടുത്തി തന്ന ബാലകൃഷ്ണൻ മാസ്റ്റർ. മലയാളം സെക്കൻഡ് പേപ്പർ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഹൗസ്ഫുൾ മൂവി പോലെയായിരുന്നു. ആൾക്കാരൊക്കെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. സാറിനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ദീപ ജോസ് ആൻഡ് ഫാമിലി, പ്രേമരാജൻ ആൻഡ് ഫാമിലി. ദീപ ജോസ്.
ദീപ കുറെ കാലം നോർത്ത് ഇന്ത്യയിലാണ്ട് ഹിന്ദിയിൽ സംസാരിക്കില്ല എന്ന് വിചാരിക്കാം. എൻ്റെ പേര് ദീപ ജോസ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് ഞാൻ ബെന്നി, നവോദയ വിദ്യാലയയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഹാസൻ, കർണാടക. ഇത് മോൻ റോൺ, ഇത് മോൾ റോസ്. റോൺ ആൻഡ് റോസ്. മെമ്മന്റോ സമർപ്പിക്കും. ഉപഹാരം സമർപ്പിക്കുന്ന പ്രേമരാജൻ വി. ബഹുമാന്യ ഗുരുക്കന്മാരെ, പ്രിയങ്കരായ സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഈ ഒരു സമാഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഒരു അഭിനന്ദനം രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ കേവലമൊരു എൻ്റെ പേരും സ്ഥലവും ജോലി സ്ഥലവും മാത്രം ഇവിടെ അവതരിപ്പിച്ച് പോകുന്നത് കൊണ്ട് ഒരു അപൂർണത എനിക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ അവർക്കുള്ള അഭിനന്ദനം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രേമരാജൻ, കുയ്യത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ മുനിസിപ്പൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് EV ബാലകൃഷ്ണൻ മാസ്റ്ററെ. ആരോ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ബാലകൃഷ്ണൻ, എനിക്കൊന്ന് ഷീബയാണ് പറഞ്ഞത്, ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മലയാളം ക്ലാസ്സും കൂടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെന്ന്. സമയപരിമിതി. എൻ്റെ പഴയ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, 88 ബാച്ചിലെ SSLC ബാച്ചിലെ 87-88 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിട്ടുള്ള മറ്റു സഹൃദയരെ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് സത്യമോ മിഥ്യയോ എന്ന്. 20 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുക, ഇതിൻ്റെ ആശയം മനസ്സിൽ ഉദിച്ചവർക്ക് എങ്ങനെയാണ് വ്യക്തമാകാശം? മുമ്പ് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊന്നും ഓർമ്മയില്ല, അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നെപ്പോളിയനെ കുറിച്ചൊരു വാക്കുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് പറഞ്ഞത് ഒരു കഥയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അസാധ്യമായിട്ടൊന്നുമില്ല എന്നതിൻ്റെ ഒരു മകുട ഉദാഹരണമാണിത്. ഞാൻ നേരത്തെ ആ ഫോട്ടോയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മുമ്പ് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാത്തതിൻ്റെ ഒരു മധുരതരമായ പ്രതികാരമല്ലേ എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അന്ന് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്കിപ്പോൾ വ്യക്തമായി പറയാൻ വയ്യ. ഏതായാലും പണ്ടൊരിക്കൽ ഞാൻ ബ്രണ്ണനിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥനായ MN വിജയമാഷ് ഒരിക്കൽ പറയുകയുണ്ടായി, ഗുരുനാഥന്മാരെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ അതൊരു ഗുരുദക്ഷിണയായി നൽകുന്നത് എന്ന് പറയാറുണ്ട്. ശിഷ്യന്മാർ ഗുരുനാഥനെ എതിർക്കുക അല്ലെങ്കിൽ വിമർശിക്കുക, അതൊരു ഗുരുദക്ഷിണയാണ്. അതാണ് ഏറ്റവും നല്ല ഗുരുദക്ഷിണ എന്ന് പറയാറുണ്ട്. ആ ഗുരുദക്ഷിണ ഇവിടെ ഒരു മധുരതരമായ പ്രതികാരം പോലെയാണ് എനിക്ക് ആ ഗ്രൂപ്പ് ഫോട്ടോ തോന്നിയത്. മാത്രമല്ല, അന്നത്തെ ബാച്ചിലെ ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഒരു എക്സ്കർഷൻ പോയി ബേക്കൽ കോട്ട, ആനന്ദാശ്രമം, ലൈറ്റ് ഹൗസ്, സമാന്തര ടൂറായിട്ട് ഞങ്ങൾ അങ്ങനെ ബേക്കൽ കോട്ടിൽ എത്തുമ്പോൾ ഈ കുറച്ച് വിദ്വാൻമാരും അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ എത്തുമ്പോൾ അവിടെ ഇവർ തയ്യാറായിട്ടുണ്ട്. അന്ന് അവരോട് വളരെ ദേഷ്യമാണ് തോന്നിയത്. ഇന്ന് ആലോചിക്കുമ്പോൾ വളരെ രസമായി തോന്നുകയാണ്. വാസ്തവത്തിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. എന്നല്ല, അത് കുറച്ച് ദേഷ്യമാണ് തോന്നിയത്. ഏതായാലും അത്തരത്തിലുള്ള അതിൻ്റെ തന്നെ ഒരു ആവർത്തനമായിട്ടാണ് ഈ 2008 ബാച്ചിൻ്റെ ഈ പരിപാടി മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. എല്ലാ ബാച്ചിനും ഇതുപോലെ നടത്താൻ കഴിയുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിന് പിന്നിൽ വളരെയധികം പരിശ്രമമില്ലെങ്കിൽ ഒരു 50%-ലധികം ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഉള്ളത് തന്നെ ഒരു വലിയ വിജയമാണ്. ഭാവിയിലും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള സംഘാടനം ഇവിടെ നടക്കട്ടെ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കും എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ. അവരെ ജീവിതത്തിൽ ഇനിയും ഉയർച്ചയുടെ പുതിയ പുതിയ ചക്രവാളങ്ങളിലേക്ക് അവർക്ക് നീങ്ങുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഒരിക്കൽ കൂടി ഇതിലെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.
താങ്കളുടെ നല്ല വാക്കിന് നന്ദി സർ. ഈ 88 ബാച്ച് എന്നും യുണീക്കായിരുന്നു, അന്നും യുണീക്കാണ്, ഇന്നും യുണീക്കാണ്. അടുത്തത് നമ്മൾ പ്രകൃതി എന്ന വാക്കുകൊണ്ട് മാത്രം ഒരു അധ്യാപകനെ വിശേഷിപ്പിക്കുമെങ്കിൽ അതാരായിരിക്കും? നാരായണൻ മാസ്റ്റർ. സാറ് ഇതിന്റെ സജീവമായ സംഘടനാ നിർദ്ദേശങ്ങൾ തന്നു. അതോടൊപ്പം തന്നെ നമ്മളൊരാളായി എല്ലാവരുടെയും ടീച്ചേഴ്സിനെ ക്ഷണിക്കാനും കുട്ടികളെ കണ്ടെത്താനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടു. സാറിനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് പ്രമോദ് പി വി ഈ സ്കൂളിൽ തന്നെ ഒരു അധ്യാപകനാണ്. സഞ്ജീവ് ടി വി രണ്ടുപേരെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രമോദ്. രണ്ടുപേരും കുടുംബാംഗങ്ങളില്ലാതെ കയ്യും വീശിയാണ് വരവ്. ഞാൻ പ്രമോദ്. ഈ വിദ്യാലയത്തിൽ തന്നെ മുരളി പറഞ്ഞതുപോലെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഹയർ സെക്കൻഡറി സെക്ഷനിൽ ഫിസിക്സ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ അരുണ, മകൻ അഭിരാം. ഭാര്യ ഇന്ന് UGC ടെസ്റ്റിന് എറണാകുളത്ത് പോയതുകൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. മകൻ 1.5 വയസ്സേ ഉള്ളൂ. അവനെയും കൂട്ടാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. ഉപഹാര സമർപ്പണം സഞ്ജീവ് ടി വി. എനിക്കൊന്ന് ബാച്ചിൽ ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരെത്തിനാണ്. ഏതായാലും അധിക പ്രസംഗം നടത്തി നിങ്ങളെ അടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷേ അഭിമാന വിജൃംഭിതമായ മനസ്സുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം കേരള വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു മഹാമേരുവായി തലയുയർത്തി നിൽക്കുന്ന ഈ രവീന്ദ്രപുരത്ത് വിരാജിക്കുന്ന ഈ മഹാവിദ്യാലയത്തിൻ്റെ തണലിൽ ഒന്നുകൂടി ഇരിക്കാൻ പറ്റിയതിലും നമുക്കൊക്കെ അക്ഷര വെളിച്ചം പകർത്തി നിന്ന ഈ ഗുരുജനങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി കൈകൂപ്പാൻ സാധിച്ചതിലും നമുക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തെ ഞാൻ നിങ്ങളുമായി ഒന്നുകൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നാരായണ മാസ്റ്റർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഗോപിനാഥ് മാസ്റ്റർ, ഗുരുതുല്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, വളരെ വളരെ എത്ര പ്രാവശ്യം വളരേക്ക് പറയാ വേലിയിടുന്നതിന് ചേർക്കാൻ പറ്റും അത്രമാത്രം 1000 10,000 ചേർക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ മുമ്പ് തന്നെ മുരളി വിളിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാഷന്മാരുടെയൊക്കെ ഒന്ന് വേറെ ബോർഡ്സൊക്കെ തരണം, നമ്പറൊക്കെ ഞാൻ പറഞ്ഞ് തരാം. ഞാൻ മിക്കവരുടെയും സംഘടിപ്പിച്ച് കൊടുത്തു. കുറച്ച് കുട്ടികളും എൻ്റെ കസ്റ്റഡിയിൽ അവരെ നമ്പറും കൊടുക്കാൻ കഴിഞ്ഞു. ഓരോരുത്തരെ പറ്റി എനിക്ക് വളരെ രസകരമായ ഓർമ്മകളുണ്ട്. പേരെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നുന്നറിയില്ല. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ സുരേഷ് ബാബു, ഒരുപാട് ആൾക്കാർ, ജ്യോതി, ഒന്നും മിണ്ടാത്ത ബിന്ദു, എപ്പോഴും ചിരിക്കുന്ന ബിജു, സംശയം മാത്രമുള്ള സുധ, ഇങ്ങനെ ഒരുപാട് ആൾ, മുരളി വളരെ ഗൗരവത്തിലായിരിക്കും ക്ലാസ്സിലൊക്കെ എപ്പോഴും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഒരുപാട് മുഖങ്ങൾ. ഞാനും നേരത്തെ കമലാ ടീച്ചർ പറഞ്ഞതുപോലെ എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ വളരെ വലിയൊരു ഭാഗം, ഒരു 15 വർഷക്കാലം ഞാൻ ഇവിടെ തന്നെയായിരുന്നു. എനിക്ക് അതിൻ്റെ പേരിൽ പലപ്പോഴും പല സ്ഥലത്തു നിന്നും വളരെയധികം സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ മയ്യിലും പട്ടൂത്തൊക്കെ പോയപ്പോൾ ടാഗോറിൽ നിന്ന് വന്ന അധ്യാപക നിലയിൽ എനിക്കെന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടിരുന്നു. എന്തോ എനിക്കത് ഒരുപാട് പ്രചോദനങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന്, ഈ കുട്ടികളിൽ നിന്ന് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ അവരെ ഗുരു ആയി കണക്കാക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരുപാട് സംസാരിക്കുന്നില്ല. മധുരതരമായ ഓർമ്മകൾ ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഗുരുതുലരായ മറ്റുള്ളവരിവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? എൻ്റെ കുട്ടികൾക്ക് ഭാവുകങ്ങൾ, അവർ കുടിക്കുന്ന എല്ലാ പാനീയവും മധുരമുള്ളതായി തീരട്ടെ, അവർ പിടിച്ച ഓരോ കമ്പും ബലമുള്ളതായി തീരട്ടെ, അവരുടെ ജീവിതത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ, അവർ ഈ ലോകത്തിന് ഉപകാരികളായി വിരാജിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുപാട് തിരക്കുകൾ എനിക്കുണ്ട് എന്നാണ് ഇവരെല്ലാം പറയുക. എങ്കിലും തിരക്കിനിടയിലും ഇന്ന് ഞാൻ എല്ലാ തിരക്കും ഒഴിവാക്കിയിട്ട് ഇവരുടെ കൂടെ കഴിയാൻ വന്നിരിക്കുകയാണ്. അതിന് അവസരം ഒരുക്കി തന്ന എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറയുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. വലിയ നാരായണൻ മാഷ് നമ്മൾ വിളിക്കുന്ന പ്രകൃതി നാരായണൻ മാഷ് പരിചയപ്പെടുത്തിയാൽ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കുഞ്ഞി നാരായണൻ മാസ്റ്റർ. ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതെ ഇലകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന കുറെ മധുരഫലങ്ങളുണ്ട്. അതുപോലെ സാമൂഹ്യ പാഠത്തിന്റെ മാധുര്യം ശാന്തതയോടും സമചിത്തതയോടും ആവോളം പകർന്നു നിന്നാണ് നമ്മളുടെ പ്രിയപ്പെട്ട കുഞ്ഞി നാരായണൻ മാസ്റ്റർ. ഈ സാറിന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി രജിലാൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ രജിലാൽ ഫാമിലിയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. രജിലാലിന്റെ വൈഫ് സ്റ്റേജിലേക്ക് വരണം. കൂടെ ശ്യാം പ്രസാദ്. ഞാൻ മായ, രജിലാലിൻ്റെ ഭാര്യയാണ്. മസ്കറ്റിലാണ് രജിലാൽ. വരാൻ പറ്റിയിട്ടില്ല. എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു മസ്കറ്റിൽ. ശ്യാം പ്രസാദ്. ഉപഹാര സമർപ്പണത്തിന് പ്രിൻസ് ജോൺ ആൻഡ് ഫാമിലി. പ്രിൻസ് ജോൺ ആൻഡ് ഫാമിലി. എൻ്റെ പേര് പ്രിൻസ്, വീട് ആലക്കോടാണ്. നീത LKG പഠിക്കുന്നു, വിനിത. ഞങ്ങൾ രണ്ടും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വീട് ആലക്കോടായതുകൊണ്ടൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ശരാശരി 1 മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ നാട്ടിലേക്ക് പോകും. അപ്പം പോകുന്ന ഈ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ ആയതുകൊണ്ട് എപ്പോഴും സ്കൂളുമായിട്ട് ഒരു 20 വർഷത്തെ അകലം തോന്നിയിട്ടില്ല. പിന്നെ കാണാൻ പറ്റാതെ വന്നത് പ്രധാനമായിട്ടും അധ്യാപകരെ മാത്രമാണ്. കാരണം കൂടുതൽ പഠിച്ചതിൽ കുറച്ച് പേരെയെങ്കിലും പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ബാംഗ്ലൂരെ വെച്ച് പല വിധത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അധ്യാപകരിൽ പലരെയും ആരെയും തന്നെ പിന്നെ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നത് സംഘാടകരോട് ആണ്. സോ താങ്ക് യു. ഉപഹാര സമർപ്പണം. സാറ് നിങ്ങളോട് ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന എല്ലാവരും എനിക്ക് ബഹുമാനപ്പെട്ടവരാണ്. കാരണം ഞാൻ ചെറുതാണല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വലുതായതുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ സഹപ്രവർത്തകർ, എൻ്റെ വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങളിൽ ഓർമ്മിക്കുന്ന ഒന്നാണ് ടാഗോറിലെ വിദ്യാലയ ജീവിതവും അല്ലെ വിദ്യാഭ്യാസ ജീവിതവും. അതുപോലെ തന്നെ ചില വ്യക്തികളും. അതിലൊന്നാണ് പി നാരായണൻ മാഷ്, അപ്പന മാഷ്. പിന്നെ ഇവരിൽ പലരും ഉണ്ടെങ്കിലും ഈ പി നാരായണൻ മാഷിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു വഴിത്തിരിവിന് ഉടമ കൂടിയാണ്. പക്ഷെ എനിക്ക് അത് തിരിച്ച് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ചില പ്രത്യേക കാരണങ്ങളാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും അതിന് എന്നോട് വിടക്കമില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥികൾ, ഞാൻ ഓർക്കുന്ന ചില മുഖങ്ങളിൽ ഏറ്റവും ഇന്നലെയും 2 ദിവസം മുമ്പ് ഡോക്ടർ മുരളി, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, കാരണം വിദ്യാർത്ഥിയാണെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ മുരളി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്.
അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ച ഒരു മുഖം ജ്യോതിയെക്കുറിച്ചാണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉണ്ടോ, അതുപോലെ തന്നെ സരസ്വതി ടീച്ചറെ കുറിച്ചും. ഷീബയുടെ മുഖം പലപ്പോഴും ഞാൻ പിന്നെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും പേര് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഷീബ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ മുഖം ഇങ്ങനെ ഓർമ്മിച്ചിട്ടുള്ള പേര് ഇപ്പോഴാണല്ലോ കിട്ടുന്നത്. ഏതായാലും ഞാനിവിടെ വന്ന് കാണുമ്പോൾ, നിങ്ങളെ കണ്ടപ്പോൾ, ഈ സദസ്സിൽ നിൽക്കുമ്പോൾ, നിങ്ങളിങ്ങനെ കുട്ടികളുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ ഞാനും മകനും കൂടെ നടന്ന കാര്യമാണ് ഓർമ്മിക്കുന്നത്. ഞാനും മകനും കൂടെ വരാന്തയിൽ കൂടെ വരുമ്പോൾ ഇവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ അച്ഛനും വലിയ മകനും അതാ പോകുന്നെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങളായ കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ ചെറുതും നിങ്ങൾ വലിയൊരുമായിരുന്നു കണ്ടപ്പോൾ ഞാനത് ഓർത്തു പോവുകയായിരുന്നു. അതായത് 20 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്ന ഈ സംഘാടകർക്ക് ഇതുപോലുള്ള മനസ്സ് പലപ്പോഴും പലർക്കും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ സംഘാടകർക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് അവർക്ക് ഓർമ്മ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ സംഘടിപ്പിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഹോസ്റ്റലിലെ